ഹായ്, എല്ലാവർക്കും ശ്രീലക്ഷ്മി സുനീഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. കാണാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി, അല്ലാത്തവർ കാണണ്ട. കുറ്റം പറയാനോ അഭിപ്രായം പറയാനോ പ്രത്യേകിച്ച് നല്ല കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ചാനൽ കാണുക. അല്ലാത്തവർ നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തുക അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ ഒരു കാണണ്ട, എനിക്കതേ പറയാനുള്ളൂ. പിന്നെ എനിക്ക് പൊതുവേ കൂട്ടില്ല കേട്ടോ. പൊതുവേ കൂട്ടുകാരികൾ ഞാൻ ഇത്രയും കാലം ഞാൻ ജീവിച്ചു വന്നിട്ട് എനിക്ക് പൊതുവേ ഞാൻ അങ്ങനെ കൂട്ടുകെട്ടില്ല. പോകാത്തതിനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മൾ ജീവിതത്തിൽ ഒരു തവണ നമുക്ക് എല്ലാ തെറ്റുകളും വരും. ആ തെറ്റ് പിന്നീട് നമ്മൾ ആവർത്തിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ അടിയുറച്ചൊരു മനുഷ്യനെ വിശ്വസിച്ചിട്ട് ആ മനുഷ്യൻ്റെ അടുത്ത് നമ്മൾ അത്രയും വിശ്വസിച്ചിട്ടായിരിക്കും നമ്മളെ ജീവിതമായിട്ടുള്ള കാര്യങ്ങൾ പറയുക. അത് നമ്മളെ കണ്ണെന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റുമ്പോഴേക്ക് നമ്മളെ കബളിപ്പിച്ചിട്ട് നമ്മളെ കൂടെ നിന്നിട്ട് നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് കുറ്റം പറഞ്ഞ് പരിഹസിക്കുക, ചിരിക്കുക, അങ്ങനത്തേനെ ആൾക്കാരുള്ളൂ. പക്ഷെ ആ പരിഹസിക്കുന്നവർക്ക് ഒന്നുണ്ട്, ഒരു സമയത്ത് ഇതുപോലത്തെ അവസ്ഥ അവർക്കും വരും. വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ കഴിയുന്നതും ഒരു മനുഷ്യനെ കുറ്റപ്പെടുത്തരുത്. ഈ കുറ്റപ്പെടുത്തുമ്പോൾ ഒന്ന് ഓർക്കുക, നമുക്ക് എത്രമാത്രം കുറ്റങ്ങളുണ്ട്, നമ്മളെത്രമാത്രം കുറവുകളുണ്ട്. നമ്മളത്ര ഒരു മനുഷ്യനെ പരിഹസിക്കാനോ പുച്ഛിക്കാനോ നമ്മളത്ര ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം. കാരണം നമ്മളെല്ലാം തികയണം. നമ്മൾ മറ്റുള്ളവരെ അതിനൊരു ലക്ഷ്യമുണ്ട്. നേരെ മറിച്ച് നമ്മളെ നന്നല്ല എന്നിട്ട് നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് അത് ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു മനുഷ്യനെ കഴിയുന്നതും ഇട്ട് കുത്തി നോവിക്കാതിരിക്കുക, പ്രത്യേകിച്ച് ജീവിതം വെച്ചിട്ട്. അതാണ് ഞാൻ ഒരു കാര്യം ഒരാളെടുത്തും പറയരുതേ പറഞ്ഞത്. സത്യം പറയാം, 5 മിനിറ്റ് നമ്മളൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരുമ്പോൾക്ക് നമ്മളെ കുറിച്ച് പറഞ്ഞ് കളിയാക്കുക, ചിരിക്കുക. കാരണം അവരെ ഹോബി അതാണ്. അവർക്ക് നേരം വെളുത്ത വേറെ ചുറ്റുപാടൊന്നുമില്ല. നമ്മൾ പണിയെടുക്കും, ആ പണി കഴിഞ്ഞാൽ തിരിച്ചു പോരുന്നല്ല അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് പ്രത്യേകിച്ച് കൂട്ടുകെട്ടില്ല. എല്ലാവരോടും ഒരേപോലെ തന്നെ പെരുമാറുക, വർത്താനം പറഞ്ഞ് ചോദിക്കണമെന്ന മറുപടിയൊക്കെ പറയും. പക്ഷേ എനിക്ക് നന്നല്ല എന്ന് തോന്നിയ കൂട്ടുകെട്ട് ഞാൻ അവിടെ വെച്ച് അവസാനിക്കും. എൻ്റെ സ്വഭാവമാണ്. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടവണമെന്നില്ല. ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടാൽ മതി. കാരണം നമ്മളെ മൈൻഡ് അങ്ങനെയാണ്. ഞാൻ ഈ വേണ്ടാത്ത കാര്യത്തിന് ഞാൻ കൂട്ടു നിൽക്കില്ല. പിന്നെ എനിക്ക് ഒരു അനുഭവം എന്നല്ല, ഒരുപാട് തവണ അനുഭവം ഉണ്ടായതാണ് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നീട് നമ്മളെ പുച്ഛിച്ച് കളിയാക്കണേ. പ്രായത്തിന് മൂത്തതാണെന്നുള്ളൊരു ഇതൊന്നും ഉണ്ടാവില്ല. അതുപോലെയുള്ള വർത്താനമായിരിക്കും പറയുക. ഇപ്പോൾ ഇന്നലെ ഞാൻ കേട്ടൊരു സംഭവമാണ്, ഇത് ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കെട്ടിയവൻ ഇതിനെങ്ങനെ സഹിച്ച് കാണുന്നുള്ളത്. എൻ്റെ കെട്ടിയവനെ സഹിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും അങ്ങോട്ട് സഹിക്കാനുള്ള ക്ഷമിക്കാനുള്ള കഴിവ് കൊണ്ടാണ് ഇത്ര 4 കൊല്ലം ഞാൻ കൂടെ ജീവിച്ചത്. ആ 4 കൊല്ലം ജീവിച്ചിട്ട് കാണാനുള്ളൊരു വ്യക്തിയാണ് ഈ കിടക്കുന്നത്. ആ കുട്ടിയൊന്നും എൻ്റെ കയ്യിൽ കിടക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ അടുത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്വഭാവം നന്നായതുകൊണ്ട് തന്നെ. പിന്നെ എൻ്റെ കെട്ടിയവൻ ഇങ്ങനെ എന്നെ സഹിച്ചു വെച്ചാൽ അത് മറ്റുള്ളവർക്ക് നോക്കേണ്ട ആവശ്യമില്ല. അവനവൻ്റെ കെട്ടിയവന്മാരും മറ്റുള്ളവരും സഹിക്കുന്ന കാര്യം മാത്രം നോക്കി വേറൊരാളെ ജീവിതത്തിൽ കയറി കളിക്കരുതെന്നാണ്. പ്രത്യേകിച്ച് നമ്മളൊരു പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ നമ്മളെ ചേരേനെ മടയിലിട്ട് കുത്തി നോവിക്കണമാതിരി നോവിക്കരുത്. ഒന്നും പറയണ്ട, മിണ്ടാതിരുന്നാൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കൂടെ നിന്നിട്ട് ചതിച്ചൊരു വ്യക്തിനോടും കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. അവനവൻ്റെ കുറ്റം കുറവുകൾ നോക്കുക. അവനവന് നേരെയാണോ, വളവുണ്ടോ, നേർവുണ്ടോ, അത് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക. അതാണ് അതിൻ്റെ ശരി. ഞാനങ്ങനെ പഠിച്ചിട്ടുള്ളത്. അല്ലാതെ ഒരാളെ കാണുമ്പോൾ എല്ലാ കാര്യങ്ങളും കുത്തിച്ചൂന്ന് അറിയുന്നിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴേക്ക് കുറ്റപ്പെടുത്തുക. അങ്ങനെ കുറ്റപ്പെടുത്താൻ മാത്രം നമ്മളത്ര നല്ല ആളായിരിക്കണം നമ്മൾ വേറെ ഒരാളെ കുറ്റപ്പെടുത്തണമെങ്കിൽ. ഞാൻ എല്ലാം തികഞ്ഞാണെങ്കിൽ ഞാൻ മറ്റുള്ളവരെ കുറേ കുറ്റം പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നതിന് കാര്യമുള്ളൂ. അല്ലാതെ ഞാനേ നന്നല്ല, ഞാൻ മറ്റുള്ളവരെ ശരിയാക്കാൻ നടക്കണം, അതിന് അർത്ഥമില്ല. അങ്ങനെയാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത്. എൻ്റെ കാര്യം ഞാൻ പറയാം. പ്രായത്തിന് മൂത്തവരെ എടി പോടി എടാ
അങ്ങനെ വേണ്ടാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല. പ്രായത്തിന് ഇളയതാണെങ്കിൽ ചേച്ചി താത്ത ആ ഒരു ലെവലിൽ ഞാൻ ജീവിച്ചിട്ടുള്ളൂ. എൻ്റെ കാര്യം ഞാൻ പറയാം, മറ്റുള്ളവരെങ്ങനെ ജീവിച്ചു എന്നുള്ളത് എനിക്കറിയില്ല, എൻ്റെ കാര്യം മാത്രം അറിഞ്ഞാൽ പോരെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒന്നുണ്ട്, ഞാൻ പണിക്ക് പോവും, എല്ലാവരുടെ അടുത്തും ഒരേപോലെ തന്നെ സംസാരിക്കുക. ഒരാളെ അടുത്തായിട്ട് മാറ്റി സംസാരിക്കേണ്ട ഗതികേട് എനിക്ക് വരും. ആ വരുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ അങ്ങനത്തെവരോട് വേഗം സംസാരം നിർത്തും. പിന്നെ യാതൊരു കാര്യമായിട്ട് ഒരു ഇതും ഉണ്ടാവില്ല, ഇടപാടും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു പൊതുവേ കൂട്ടുകെട്ടു. അതാണ് നമുക്ക് അവിടം വെച്ച് നമ്മൾ ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അവിടം വെച്ച് നിർത്തണം ഏറ്റവും നല്ലത്. പിന്നെ കാര്യങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൂടെ അണഞ്ഞു നിൽക്കുക. എന്നിട്ട് ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മളെ ഭാഗത്ത് നിന്ന് സാധിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പാലം കടക്കോളം നാരായണ, പാലം കടന്നാൽ കൂരായണ. അല്ലെങ്കിൽ ഒരു ചൊല്ലുണ്ട്, കാര്യം കഴിഞ്ഞാൽ കറിവേപ്പിൻ്റെ ഇല പുറത്ത്. കാരണം സാമ്പാറാണെങ്കിൽ എന്താണെങ്കിലും നമ്മൾ കറിവേപ്പിൻ്റെ ഇല വറുത്തിടുമ്പോഴും. പക്ഷെ നമ്മൾ കൂട്ടുന്ന സമയത്ത് നമ്മളതിനെ പുറത്തെടുത്ത് ആദ്യം കളഞ്ഞിട്ടല്ലേ. പക്ഷെ ഞാൻ കറിവേപ്പിൻ്റെ ഇല കളയാറില്ല. അപ്പോൾ അതുപോലെയാണ് നമ്മുടെ കാര്യങ്ങൾ. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അത് ചെയ്യുക. നമ്മൾ മറ്റുള്ളവനെ കഴിയുന്നതും കുറ്റപ്പെടുത്താതെ അതുപോലെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ആ വ്യക്തിയായിട്ട് ബന്ധപ്പെട്ട് നേരിട്ട് പറയുക. അല്ലെങ്കിൽ വളച്ചൊടിച്ച് മറ്റുള്ളവരോട് കുറ്റപ്പെടുത്തി പറയല്ല ചെയ്യേണ്ടത്. എല്ലാ മനുഷ്യർക്കുള്ളൊരു സ്വഭാവമാണത്. നമ്മളോട് പറയേണ്ട കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളോട് നേരിട്ട് പറയുക. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, വ്യക്തി വൈരാഗ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ. കാരണം എൻ്റെ മൈൻഡ് പറഞ്ഞാൽ ഞാൻ എവിടെ പോയാലും എല്ലാവരോടും പറയും എൻ്റെ മൈൻഡ് എങ്ങനെയാണ്. കാരണം എന്നെപ്പോലെ ഇല്ല മറ്റുള്ളവർ ചിലപ്പോൾ കുട്ടികളും മക്കളൊക്കെ ആയിട്ട് എല്ലാം ഉല്ലാസ ജീവിതമായിരിക്കും. അതുപോലെ ഇരിക്കില്ല എല്ലാവരുടെ ജീവിതം. അപ്പോൾ അതിൽ വ്യത്യാസപ്പെട്ടിട്ട് ഞാൻ എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് 95-96 കാലഘട്ടത്തിൽ പണിക്കിറങ്ങിയ വ്യക്തിയാണ്. ഞാൻ ചെയ്യാത്ത പണി പറഞ്ഞാൽ പടവ്, തേപ്പ്, അതിന് മാത്രമേ പോകാത്തുള്ളൂ. ബാക്കിയുള്ള എല്ലാ പണികളും ചെയ്ത് ജീവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ജീവിതം പോലെ ഒരാളും ഉണ്ടാവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇന്നും ഒരാളും കുറ്റപ്പെടുത്താനില്ല. എന്നെ കിട്ടിയവനെ ഇന്നെങ്ങനെ ഇത്ര നാളെ എങ്ങനെ സഹിച്ചു എന്ന് ചോദിച്ചാൽ കിട്ടിയവനെ അതിനുള്ള ക്ഷമയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ക്ഷമിക്കാൻ കാരണം. എനിക്ക് അതുപോലെ ക്ഷമിക്കാനുള്ളൊരു കഴിവുണ്ട്. അത് മറ്റുള്ളവർക്ക് നമ്മളെ ജീവിതത്തിലായിട്ട് കടന്നു കയറേണ്ട ഒരാവശ്യമില്ല. അവനവൻ്റെ ജീവിതം കുട്ടികൾ അത് നോക്കുക, വല്ലവൻ്റെ ജീവിതം നോക്കാൻ പോകരുത്. എങ്ങനെ ജീവിക്കണോ, അല്ലെങ്കിൽ കുടുംബത്തിൽ പല പ്രശ്നങ്ങളുണ്ടാവും. അത് എല്ലാവരുടെ അടുത്തും പറഞ്ഞുകൊണ്ടെന്നില്ല. പക്ഷെ അത് നമ്മളെ അടുത്തുനിന്ന് ചോദിച്ചറിയണ ഇതാണ്. നമ്മളെ അടുത്തുനിന്ന് നല്ല രീതിയിൽ നല്ല മയത്തോടെ നിന്ന് കേൾക്കുന്നുണ്ട്. നമ്മളൊന്ന് അങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് കുറ്റപ്പെടുത്തുന്ന രീതിയെ ഇന്ന് വരെ കണ്ടിട്ടുള്ളൂ. അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് എൻ്റെ ജീവിതത്തിലെ കാര്യം പറഞ്ഞിട്ട്, എൻ്റെ ജീവിതം ബന്ധപ്പെടുത്തി പറഞ്ഞിട്ട് ആരും എന്നെ കുത്തി നോവിക്കാൻ വരരുത്. അവനവൻ്റെ ജീവിതത്തിൽ കുത്തി നോവിക്കുക. ഞാൻ ഒരാളെ ജീവിതം കൊണ്ട് കളിക്കാൻ വരും. ഞാൻ നല്ലത് എന്ന് വരെ എല്ലാവർക്കും പ്രവർത്തിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നതല്ല. നമ്മൾ കുറച്ച് ദിവസമായിട്ട് അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് അലർജി നമുക്ക് ജീവിതത്തിൽ വരുമ്പോഴേ നമ്മൾ മറ്റുള്ളവരെ കളിയാക്കാതിരിക്കുകയുള്ളൂ. വന്നൊരു വ്യക്തിയാണ് ഞാൻ. ശ്വാസം മുട്ട എന്താണെന്ന് ശരിക്കും എനിക്കറിയില്ലായിരുന്നു. എനിക്ക് ജീവിതത്തിൽ വന്നിട്ട് എലിപ്പനി, മഞ്ഞപ്പിത്തം ഇതൊക്കെ വന്ന് ഇന്ന് ഞാൻ അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം പറഞ്ഞ ശക്തിൻ്റെ കൂടെയുള്ളതാണ്. അപ്പോൾ അലർജി ഉള്ളവരെ കളിയാക്കാനോ പുച്ഛിക്കാനോ ഒന്നും പോകരുത്. അവനവന് വരുമ്പോഴേ എൻ്റെ ഊണം എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാം. പിന്നെ ശ്രീലക്ഷ്മി നീട്ടു കേട്ടോ, ഇരിക്കുന്നു. ഞാൻ കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളെ ഒരു കുത്തി നോക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതൊരു മനുഷ്യനാണെങ്കിലും ഒരു മനുഷ്യനെ കളിയാക്കുമ്പോൾ ഒന്ന് ആലോചിക്കുക, ഞാൻ നേരെയാണോ, എനിക്ക് വളവുണ്ടോ തിരിവുണ്ടോ ആദ്യം നോക്കുക.
അവനവൻ്റെ കുറ്റങ്ങൾ ആദ്യം കണ്ടുപിടിക്കുക. ആ കുറ്റപ്പെടുത്തലുകൾ നേരാക്കിയിട്ട് മറ്റുള്ളവൻ്റെ ജീവിതമായിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റം കുറവുകളായിട്ട് വരിക. ഞാനങ്ങനെ പഠിച്ചിട്ടുള്ളതും ഞാനങ്ങനെ കേട്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് രാവിലെ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നാണ്. വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവർ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക. എന്നും സങ്കടപ്പെട്ട് ജീവിക്കാനുള്ള ജന്മമാണ്. ചിലപ്പോൾ മറ്റുള്ളവരെ കൊണ്ടായിരിക്കും നമ്മൾ സങ്കടപ്പെടുക, അല്ലെങ്കിൽ നമ്മൾ ദുഃഖിക്കേണ്ടി വരിക. നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്യുമ്പോൾ അങ്ങനെയുള്ളൂ. നല്ല ഗുണം ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് ഈ പറഞ്ഞ മാതിരി നമ്മളെ വിഷം തന്ന് കൊല്ലുന്ന ഒരവസ്ഥയൊക്കെയാണ് നമ്മളിന്ന് വരെ പോയിട്ടുള്ളത്. അപ്പോൾ കഴിയുന്നതും മറ്റുള്ളവൻ്റെ ജീവിതം എടുത്ത് കളിക്കാതിരിക്കുക. എൻ്റെ കെട്ടിയവൻ ഇന്നെ സഹിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ക്ഷമ, കെട്ടിയവൻ്റെ ക്ഷമ. അതിൽ മറ്റൊരാൾക്ക് തലേണ്ട ഒരാവശ്യമില്ല. ഞങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടാവും. അതെല്ലാം മറ്റുള്ളവരോട് പറഞ്ഞുകൊള്ളുന്നില്ല. അപ്പം അതുകൊണ്ട് ഞങ്ങൾ മറ്റുള്ളവരുടെ ജീവിതമായിട്ട് ഒന്നും അന്വേഷിക്കാൻ വരുന്നില്ല. മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്ത് നടക്കണമെന്ന് അന്വേഷിക്കാൻ വരുന്നില്ല. അവരെന്തായാലും നമുക്കൊരു കുഴപ്പമില്ല. ഞാനങ്ങനെ ചിന്തിക്കുന്ന വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് താങ്ക് യു.